ഓക്കെ. ഫൈസൽ മലബാർ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും അല്ല ബിഗ് ബോസ് അല്ല, ഞാൻ പറയട്ടെ, ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ ഇൻവൈറ്റ് ചെയ്തു പരിപാടിക്ക്. അപ്പൊ അതിലെ നൂറിലുള്ള കാര്യം പുള്ളി ഓർത്തില്ല, പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നെന്നാ പറയുന്നത്. അപ്പം ഹായ് ഗൈസ്, നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ തന്നെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ട്രെൻഡിങ് ആയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ്. തൊപ്പി ആദില നൂറ ഫൈസൽ വിഷയത്തെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഇപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും തൊപ്പി പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്റെ പെർസ്പെക്റ്റീവ് പറയാനാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ എന്റെ വീഡിയോയിലോട്ട് എഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് തൊപ്പി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഓരോന്ന് വിധം നോക്കാം. പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ ഉണ്ട്, കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. മനസ്സിലാവും, അവരുമായിട്ട് ഇയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു വിട്ടു. ഓക്കെ. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ രണ്ട് പെർസ്പെക്റ്റീവ് വരും. ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൗസ് വാമിങ്ങിന് ഒരാളെ വിളിക്കുമ്പം അത് ഫൈസൽ അറിയില്ലേ എന്നൊരു ചോദ്യം വരും. ആൻഡ് ആദില നൂറ പറഞ്ഞത് താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് അസ് എന്നാണ്. അപ്പൊ ആരോ ഒരാൾ ഇൻവൈറ്റ് ചെയ്തതിന്റെ പുറത്താണ് ഇവരിവിടെ കയറിയിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങൾ പറയാം പുള്ളിയുടെ പി എക്കാരെയോ അല്ലെങ്കിൽ പുള്ളിയുടെ കീഴിലുള്ള ആൾക്കാരെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്താ ഹൗസ് വാമിങ്ങിന് വേണ്ടി വിളിക്കാൻ. അപ്പൊ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി ഓൾറെഡി LGBTQ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യാത്ത ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഫുൾ വിളിക്കാൻ പറയുമ്പം പുള്ളി എന്തായാലും അറിയാം ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ആദിലയും നൂറയും പങ്കെടുത്തിട്ടുണ്ടെന്ന്. അവരെ വീട്ടിലോട്ട് വിളിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യണമായിരുന്നു? പുള്ളി വളരെ മാന്യമായിട്ട് പറയണമായിരുന്നു, ആദില നൂറ എന്ന് പറയുന്ന ടീമിനൊഴികെ ബാക്കി എല്ലാവരെയും നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയണമായിരുന്നു. പുള്ളി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അവിടെ പുള്ളിന്റെ ഭാഗത്തും തെറ്റുണ്ട്. പിന്നെ പുള്ളിയുടെ വീട്ടുകൂടൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വീട്ടുകൂടലല്ല. ഒരാൾ വന്ന് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റില്ല. ക്യാമറകൾ പല ഭാഗത്ത് നിന്ന് ഒപ്പിക്കൊണ്ട് നിൽക്കുകയാണ്. അതിന്റെ കൂടെ പറക്കുന്ന ഡ്രോണും ഉണ്ട്. അപ്പൊ ഒരു ഗസ്റ്റ് കയറി വരുന്ന സമയത്ത് അവരെ സ്വീകരിച്ച് ഉള്ളിലോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് പുള്ളിയുടെ ഉത്തരവാദിത്തം തന്നെയാണ്. പുള്ളി അത് ചെയ്തില്ലെങ്കിൽ ഓഫ്കോഴ്സ് അത് പല ക്യാമറകളും കാണും, അത് നാളെ ഒരു ചർച്ചയാവും എന്നുള്ളൊരു വിഷയം പുള്ളിക്കുണ്ട്. അപ്പം ഒരാളെ വിളിക്കരുത് എന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി നോട്ട് ചെയ്ത് പറയാനുള്ളൊരു മാനേഴ്സ് കാണിക്കണമായിരുന്നു. വിളിച്ച് വരുത്തി ഉള്ളിൽ കയറി എല്ലാ സ്വീകരണവും കൊടുത്ത് പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് നാണം കെടുത്തുന്നത് തെണ്ടിത്തരമായ പരിപാടിയാണ്. ഇയാൾക്ക് കുറെ നെഗറ്റീവ് കമന്റുകളും ഇതും വന്നിട്ടുണ്ടായി. ഈ ആദില നൂറ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലാവും, അല്ല നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ അവര് ഹേറ്റേഴ്സ്. പുള്ളിക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടതിൽ ഒരു വ്യക്തി ഞാനാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ആദില നൂറേന്റെ ഫാൻസ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ഈ പെർട്ടിക്കുലർ വ്യക്തിന്റെ കീഴിൽ വന്നിട്ടുള്ള കമന്റ് ഇട്ടിട്ടുള്ള ആൾക്കാർ മുഴുവൻ ആദില നൂറേന്റെ ഫാൻസ് അല്ല, ജനറൽ പബ്ലിക്കും ഉണ്ട്. ആദില നൂറ എന്ന് പറയുന്ന വ്യക്തിനെ എന്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അവരുടെ കുറ്റങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ. അതുപോലെ അവരുടെ ഭാഗത്ത് ശരി വരുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പബ്ലിക്കും കൂടി ഉണ്ട്. അല്ലാണ്ട് ഫാൻസ് കയറി പറഞ്ഞു എന്നൊരു സ്റ്റേറ്റ്മെന്റ് തൊപ്പി പറയുന്നത്. സോറി, ഹേറ്റേഴ്സ് ഉണ്ട്, ഫാൻസ് ഉണ്ട്. മനസ്സിലായി. ഈ ഹേറ്റേഴ്സ് ചിലപ്പോൾ പോയിട്ട് പുള്ളിനോട് ഇതാക്കിയിട്ടുണ്ടാവും. അപ്പൊ പുള്ളി അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, ഞാൻ പറയുന്ന വെച്ചാൽ ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താണ് അതിൽ അപമാനിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഗസ്റ്റിനെ അയാൾ ചിന്തിക്കാത്തൊരു ഗസ്റ്റും കയറി വന്നിട്ട് മുന്നിൽ കയറി വന്നിട്ട് ചിരിച്ചുകൊണ്ട് കൈയെടുത്ത് സ്വീകരിച്ചു. മനസ്സിലായി. അവിടെ മൊത്തം അവരെ ചുറ്റിക്കാ. ഫൈസൽക്ക് എന്താ അപമാനിച്ചത് എന്നുള്ളത് തൊപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. തൊപ്പീനെ ഒരു പ്രോഗ്രാമിലോട്ട് ഞാൻ വിളിക്കുകയാണ്. തൊപ്പി ആ പ്രോഗ്രാമിൽ വന്ന് ഞാൻ ഹായ് തൊപ്പി വരൂ, താങ്ക് യു, സന്തോഷം എന്ന് പറഞ്ഞ് കയറ്റിയിരുത്തി ഞാൻ പോസ്റ്റ് ഇടുകയാണ്. ആ തൊപ്പി എന്റെ പരിപാടിക്ക് വന്ന എന്താന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അവനെ വിളിച്ചിട്ടില്ല. കാരണം അവനെന്ന് പറയുന്നത് സമൂഹത്തിലെ കുട്ടികൾക്ക് വളരെ ബാഡ് മെസ്സേജ് ഇടുന്ന ഒരുത്തനാ. അവനെയൊക്കെ ആരെങ്കിലും വിളിക്കുമോ? അറിയില്ല. ഇതാണ് ഇൻസൾട്ട് എന്ന് പറയുന്നത്. വിളിച്ച് വരുത്തി എല്ലാം സംസാരിച്ച് വീഡിയോ എടുത്ത് എല്ലാം പറഞ്ഞിട്ട് പിറ്റേ ദിവസം പോസ്റ്റ് കൂടെ വന്നിട്ട് ഞാൻ വിളിച്ചിട്ടില്ല, ഞാൻ ക്ഷണിച്ചിട്ടില്ല, ഇവരൊക്കെ സമൂഹത്തിന് ബാഡാന്ന് പറയുന്നതാണ് ഇൻസൾട്ട്. മനസ്സിലായോ? കാണിച്ചു, അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത്. അല്ല, അത് എങ്ങനെ ഡിസ്റെസ്പെക്ട് ആവും? പിന്നെ അതിന് ശേഷം ഇട്ട പോസ്റ്റ് അത് സമൂഹത്തിനോട് ഞാൻ ഇതിന് അത് മനസ്സിലായി. നമ്മളൊരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യണം. നമ്മൾ LGBTQന്റെ കൂടെ നിൽക്കുന്നുണ്ടോ നിൽക്കുന്നില്ല, ഈ രണ്ട് സ്റ്റാൻഡുള്ളൂ. ഇതില് ഒരു സ്റ്റാൻഡ് നിൽക്കണം, അത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലായി. ഇതെന്ന് വെച്ചാൽ ഒരു ടീമിനെ നമ്മൾ ഹേറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ടീമിനെ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എന്താണ് സ്റ്റാൻഡ് എന്നുള്ളതാണ്. മനസ്സിലാവും. ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളല്ല. അതെ.
അപ്പൊ അയാൾ തൊപ്പി പറഞ്ഞതുപോലെ ആളുടെ സ്റ്റാൻഡ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഇട്ടത്. പുള്ളി അങ്ങനത്തെ അല്ലല്ലോ കൺവേ ചെയ്തേ. ഞാൻ LGBTQ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നാണോ പുള്ളി പോസ്റ്റ് ഇട്ടേ? അല്ലല്ലോ. പുള്ളി വളരെ വ്യക്തമായിട്ട് ഇട്ടത് ഇവര് സമൂഹത്തിന് ഇന്ന ചെയ്യുന്നവരാണ്, ഇവരെ ഞാൻ വിളിച്ചു വരുത്തിയത് ഇതാണ്, ഈ രീതിയിലാണ്. ഇവിടെ എന്താ സ്റ്റാൻഡ് തെളിയിക്കേണ്ടത്? എന്റെ പരിപാടിക്ക് ഞാൻ വിളിച്ചിട്ടില്ല. ഇവിടെ എവിടെയാണ് സ്റ്റാൻഡ് തെളിയിക്കുന്നത് ഉള്ളത്? ആൻഡ് ആർക്കാണ് ഈ സ്റ്റാൻഡ് തെളിയിക്കേണ്ടത്? എനിക്ക് മനസ്സിലാവാത്ത അടുത്തൊരു ചോദ്യം, ആർക്കാ സ്റ്റാൻഡ് തെളിയിക്കാത്ത? ഓരോ വ്യക്തികൾക്കും പേഴ്സണൽ, ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് LGBTQ കമ്മ്യൂണിറ്റീനെ കുറിച്ച് എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്. ഞാനത് നാട് നീളം മുഴുവൻ പറഞ്ഞു നടക്കുന്നില്ല. എന്റെ ഒപ്പീനിയൻ ഇതാണ്. കാരണം നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണം, ഇത് കേട്ടാൽ മാത്രമേ നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യൂ, ഇത് കേട്ടാൽ മാത്രമേ നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞു നടക്കുന്നില്ല. നിലപാട് വ്യക്തമാക്കണം. അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ട ഇനിയിപ്പോ എന്താ പ്രശ്നം? അവര് മോശക്കാരാന്ന് അവര് അങ്ങനെ എന്താ പറയാ ഇത് ഉണ്ടെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം. അങ്ങനെ ചെയ്തില്ലല്ലോ. അവിടെ സ്വീകരിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് തന്നെ വിട്ടത്. ഓക്കെ, അവിടെ ചില ആൾക്കാർ LGBTക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല, ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യട്ടെ. LGBTക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ജീവിക്കട്ടെ. അവര് ഓക്കെ, അവര് പോയി ചാവാൻ പറയാൻ നമ്മളാളല്ല, മനസ്സിലാവും. നമ്മളെന്തായാലും LGBTക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഒന്ന് വിചാരിച്ച LGBTക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആരെയും നമ്മൾ അടുപ്പിക്കൂല, അങ്ങനെയല്ല. ആ ഒരു ആശയം നമുക്ക് അത്ര ദഹിക്കുന്ന സംഭവമല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അതായത് തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഒരുപാട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ തൊപ്പിയുടെ ലൈവും സ്ട്രീമിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തൊപ്പി ഒരുപാട് ഡീസന്റ് ആയിട്ടുണ്ട്. തൊപ്പിക്ക് തന്നെ കുറെ കാര്യത്തിൽ റിയലൈസേഷൻ വന്നിട്ടുണ്ട്. പല ലൈവ് സ്ട്രീമിലും പല കാര്യങ്ങളും കൂടെയുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം വന്ന ആള് തന്നെയാണ് വ്യക്തി. തൊപ്പി ഇപ്പൊ പറഞ്ഞ സ്റ്റാൻഡിനോട് ഞാൻ അംഗീകരിക്കുന്നു. LGBTQ കമ്മ്യൂണിറ്റീനെ അക്സെപ്റ്റ് ചെയ്യണോ അക്സെപ്റ്റ് ചെയ്യേണ്ടയോ എന്നുള്ളത് ഒരു വ്യക്തിഗതമായിട്ടുള്ള താല്പര്യമാണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, ചെയ്യാണ്ട് നിൽക്കാം. അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കരുതി അവർ ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ല, അവര് കൺവേ ചെയ്യുന്നത് ഫുൾ തെറ്റായിട്ടുള്ള മെസ്സേജ് ആണ്, അവരെന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കാണരുത്, അവര് ബാഡ് മെസ്സേജസ് ആണ് കൺവേ ചെയ്യുന്നത് എന്നീ പറയുന്ന ആശയത്തിനോടാണ് നമുക്ക് പ്രശ്നമുള്ളത്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണ്ട, നിങ്ങൾ ആരും വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത്രയും 2 പെൺകുട്ടികൾ പുറത്തിറങ്ങി വന്ന് അവരുടെ ജീവിതം കെട്ടിപ്പടുത്തുന്ന ഒരു സമയത്ത് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട അവര് നിൽക്കുന്നത്, അവരെ ഒന്നും അല്ലാണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് അവരെ പബ്ലിക്കലി വീണ്ടും വീണ്ടും ഇട്ടുകൊടുത്തിട്ട് അവരെ ഇൻസൾട്ട് ചെയ്യുമ്പം അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഇന്ന് ഈ പോസ്റ്റിന് താഴെ അവരുടെ അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ഹേറ്റേഴ്സും ഉണ്ട്. ഈ ഹേറ്റേഴ്സ് പറയുന്ന ഓരോ കമന്റും വായിക്കുമ്പോൾ അവർ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അവർ ചെയ്ത ഒരു തെറ്റ് പ്രവൃത്തിനെയാണ് ഓക്കെ ഫൈൻ, ഒരു വ്യക്തിയുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്ത് അതിൽ പുറത്തോട്ട് വന്ന ഒരു വ്യക്തിനെയാണ് ഈ പറയുന്നത് എന്നുള്ള കാര്യം കൂടി ആലോചിക്കണം. എന്തിനവരെ സോഷ്യൽ മീഡിയയിൽ കീറി കളയാൻ വേണ്ടി ഇട്ടുകൊടുത്തു? ആ പരിപാടി അവിടെ കഴിഞ്ഞ് ആ പോയിന്റ് അവിടെ വിട്ടാൽ മതിയായിരുന്നു. വീണ്ടും ഒരു പോസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊരു ചർച്ചയാക്കി പല ആൾക്കാരും ഡിസ്കസ് ചെയ്ത് വർത്തമാനത്തിലോട്ട് പോകേണ്ട ഒരു കണ്ടീഷനിലോട്ട് എന്തിനു കൊണ്ടുപോയി? ഈ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്തോ അത് ഇങ്ങനെ ഒരാളെ ഇതല്ലടാ, ഒരാളെ കാഴ്ചപ്പാടല്ല, മനസ്സിലാവും. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഞാൻ മുസ്ലിമാണ്, റാംബോ ഹിന്ദുവാണ്, റാംബോ ജീവിക്കുന്നത്, ഞാൻ മുസ്ലിമാണ്, ഞാൻ ജീവിക്കുന്നു. അതുപോലെ തന്നെ ഞാനിതും കാണുന്നുള്ളൂ, മനസ്സിലാവും. എന്ന് വിചാരിച്ചിട്ട് ഇവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല, മനസ്സിലാവും. ഇവര് ജീവിക്കട്ടെ വാട്ടവർ. പക്ഷെ നമുക്ക് അതിനോട് ഇതില്ല, യോജിപ്പില്ല, അത്രേ ഉള്ളൂ. ഫൈസൽക്കാക്ക് അവരോട് യോജിപ്പില്ല, അയാളെ നിലപാട് അയാളെ വ്യക്തമാക്കി. അതിനെന്താ പ്രശ്നം? വി ഡോണ്ട് സപ്പോർട്ട് LGBTQ. പക്ഷെ അവരോട് ഹെയ്റ്റ് നമുക്കില്ല, അത്രേ ഉള്ളൂ. വാട്ടവർ, ജീവിക്കട്ടെ. എനിവേസ്, അപ്പൊ അതാണ് ആദില നൂറ ഇഷ്യൂ. പിന്നെന്ന് വെച്ചാ LGBTQ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല. എന്താ കാഴ്ചപ്പാട്? ഒരു പെർസ്പെക്റ്റീവ്. അപ്പൊ രാവിലെ ഇന്ന് ഞാൻ എണീക്കുന്ന സമയം ഞാൻ കരുതാണ് ഓക്കെ ഫൈൻ, ഞാൻ അങ്ങ് ലെസ്ബിയൻ ആവട്ടെ, ഞാൻ പോയി ഒരു പെണ്ണിനെ ആയിട്ട് കല്യാണം കഴിക്കട്ടെ, പെണ്ണുമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഒരിക്കലും നടക്കില്ല. നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഹൗ ക്യാൻ? ഇത് ജെൻഡർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഒരു ബയോളജിക്കലി ഒരാളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന കുറെ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണിത്. ഇത് ഒരാളുടെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്നതല്ല. ഹിന്ദു എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ വന്ന ഒരു മതമാണ്. ആ മതം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരും ആ മതം ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നവരും എത്രയോ ആൾക്കാർ ഈ ലോകത്തുണ്ട്. അതുപോലെ ഞാൻ ലെസ്ബിയൻ ഒഴിവാക്കി ഞാൻ ഇവരെ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി ഒരു ഓപ്പോസിറ്റ് ജെൻഡറിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. തൊപ്പിനോട് ചെന്ന് സെയിം ജെൻഡറിന് വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ തൊപ്പിക്ക് പറ്റുമോ? ഇല്ല.
അതുപോലെ തന്നെയാണ് ഇവർക്കൊരു സെക്ഷൽ അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ തോന്നിയിട്ടുള്ളത് സെയിം ജെൻഡറോടാ. ഇവരോട് അതൊക്കെ മറന്ന് നിങ്ങൾ നാളെ ചെന്നൊരു ഓപ്പോസിറ്റ് ജെൻഡറിനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് പോസിബിൾ അല്ല. അതാ പറഞ്ഞ ഈ ജെൻഡർ, സെക്സ്, സെക്ഷുവാലിറ്റി, ജെൻഡർ സ്റ്റഡി എന്നൊക്കെ പറയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. പണ്ടും ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ ഒരു ലോകത്തിന്റെ ഒരു വളർച്ചയില്ലായ്മ കാരണം എല്ലാവരും ഒതുങ്ങി അങ്ങ് ജീവിക്കുകയാണ് ചെയ്തത്. ഇന്ന് കുറച്ചും കൂടെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കുറെ ആൾക്കാർ പുറത്തോട്ട് വന്നു. അത്രയേ ഉള്ളൂ. എന്താ പറയാ, എടാ ഇതെന്താ മെയിൻ സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞു, ഞാനല്ല ശരിക്കും പറഞ്ഞാൽ ആദില നൂറനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ബിഗ് ബോസിൽ നൂറെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിലായി, നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെ. പക്ഷെ ഞാൻ ഭാവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മനസ്സിലാ, നാളെ എനിക്ക് കുട്ടികളെല്ലാം ഉണ്ടാവേണ്ടതാണ്. മനസ്സിലാവും, അവരെല്ലാം ഇവരെ നോക്കി. ഞാൻ സത്യം പറഞ്ഞ ഈ തെറി വിളിക്കുന്നതും ഞാൻ പണ്ട് ഈ തെറി വിളിക്കുന്ന കാര്യങ്ങളും ഞാൻ ഇങ്ങനെ അത് ചെയ്യുന്നു, കുട്ടികളെ വഴിതെറ്റിക്കുന്നെല്ലാം പറയുന്നില്ലേ. ശരിക്കും പറഞ്ഞാ എന്താണ് ശരിക്കും കുട്ടികൾ വഴിതെറ്റാൻ കാരണമാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കും. മനസ്സിലാവും. നിങ്ങൾ ആദിലേനെയും നൂറേനെയും കണ്ടാൽ ഈ കുട്ടികൾ എങ്ങനെയാ വഴിതെറ്റുക എന്നുള്ളത് എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യമാണ്. ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമ്മളുടെ ഒരു പ്രായത്തിന്റെ ഒരു അഡോളസെന്റ് ഏജ് എത്തുന്ന സമയം തന്നെ നമുക്ക് ഏത് ജെൻഡറിനോടാണ് ഒരു സെക്ഷൽ അട്രാക്ഷൻ എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പണ്ടൊക്കെ അതൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആണെങ്കിൽ ഇന്ന് 4ാം ക്ലാസ് 5ാം ക്ലാസ് തൊട്ടിട്ടേ പല ആൾക്കാരും അവരുടെ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്നതും റിലേഷൻഷിപ്പ് ആവുന്നതും ഐ ലവ് യു പറയുന്നതും ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒന്നും വേണ്ട, +2 എത്തുന്ന സമയം നമ്മൾ ഓൾറെഡി നമ്മളുടെ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇവരിങ്ങനെ ജീവിക്കുന്നുണ്ട് എന്ന് കരുതി നാളെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു പെണ്ണിനെയും കൂട്ടി നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആരെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നേ? അറ്റ്ലീസ്റ്റ് ഇത് കണ്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിനും പറയാൻ പറ്റുമോ? ഇപ്പൊ തൊപ്പി പറഞ്ഞു, തൊപ്പിന്റെ ബാഡ് വേർഡ്സ്, തൊപ്പി ചെയ്യുന്ന ആക്ഷന് കാര്യങ്ങളൊന്നും ആരും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല എന്ന്. അത് ഹൗ ക്യാൻ യു സേ ദാറ്റ്? തൊപ്പിനോടുള്ള കുട്ടികളുടെ ഒബ്സഷൻ കണ്ടാൽ അറിയാം എന്താണ് എന്നുള്ളത്. ഭയങ്കര ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഒരു മാസീവ് ഗ്രൂപ്പിനെ തൊപ്പിന്റെ കയ്യിലാക്കിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് തൊപ്പി പറയുന്ന വേദവാക്യമാക്കി എടുത്തുകൊണ്ട് നിൽക്കുന്ന ആളാണ്. തൊപ്പി ഒരു 10 ദിവസം മുമ്പ് അനീഷിന് വോട്ട് ചോദിച്ചിരുന്നെങ്കിൽ അനീഷിന് കപ്പുമായിട്ട് വീട്ടിലിരുന്നേനെ. കാരണം തൊപ്പി പറയാൻ കാത്തിക്കാൻ നേരെ പോയി വോട്ട് ചെയ്യാൻ. അങ്ങനത്തെ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പം ഇവരൊരു 2 പേരും ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാൽ നാളെ ഇത് കണ്ട് ആക്കുമെന്നുള്ളത്. പിന്നെ കുട്ടികൾ, ഓക്കെ, ഐ റെസ്പെക്ട്, ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്. കാരണം നമ്മൾ ഫ്രണ്ടോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെസ്ബിയൻ കപ്പിൾസിന്റെ ഇടയിലും അല്ലെങ്കിൽ ഒരു ഗേ കപ്പിളുടെ ഇടയിലും ഇതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഐ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഐ റെസ്പെക്ട് ആ ഒരു സാധനം മാത്രം. ചിന്തിച്ചു നോക്ക്, ശരിക്കും തെറിവിളിയാണോ മോശം അതോ അത് നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, വാട്ടവർ. ഞാൻ ഇപ്പത്തെ ഇതല്ല പറയുന്നത്, ഭാവിയിൽ ഞാൻ പറയാ അതൊരു പ്രശ്നമാവും. മനസ്സിലാവും. അവിടെ എന്തേലും ആട്ടെ, നമുക്ക് ആരെയും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് പിന്നെ അവരെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇവിടെ എടുത്ത് വലിച്ചിടാത്തത്. അല്ലെങ്കിൽ ഓരോ വീട്ടുകാരെ കുറിച്ച് കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലായി. ഇതിന്റെ ബാക്കിൽ ആദില നൂറ എന്ന് പറയുന്ന ആൾക്കാരുടെ ബാക്കിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇവരെ വീട്ടുകാരുമായിട്ടുള്ളതും അവരെ നാട്ടുകാരതും കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഈ പേഴ്സണലി ഇതൊന്നും എടുത്തിടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, നമുക്ക് ആരോടും ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. ഓക്കെ, അപ്പം സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട വാട്ടവർ. അത്രേ ഉള്ളൂ. ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. ഫാമിലി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. തൊപ്പി എന്താണെന്ന് അത് ക്ലാരിഫൈ ചെയ്ത് പറയാത്തിടത്തോളം കാലം നമുക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ സോഷ്യൽ മീഡിയയിൽ റീച്ചിൽ നിൽക്കുന്ന ആൾക്കാരെടുത്ത്, അല്ലെ റീച്ച് ഉണ്ടെങ്കിലും റീച്ച് ഇല്ലെങ്കിലും നമ്മൾ ഈ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് റീതിങ്ക്, എന്നിട്ട് സംസാരിക്കുക. ജസ്റ്റ് റെഫർ, എന്നിട്ട് സംസാരിക്കുക. ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.